മച്ചാന്മാരെ, ഞങ്ങൾ പുതിയ സൈറ്റിലെ ഇത് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തതുപോലെ എന്നെ ഈ വീഡിയോയും സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഈ വയ്ക്കുന്ന വാതിൽ നിങ്ങൾ വിചാരിക്കും ഫ്രണ്ട് വാതിലെന്ന്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇത് ഫ്രണ്ട് വാതിലല്ല, നമ്മളെ ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന വാതിലാണ്. ഇവിടെ ഈ വാതിലിൻ്റെ നേരെ പുറത്തിറങ്ങുന്നത് സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല. ഏകദേശം വീടിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാറാകുമ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്ക് തുടങ്ങും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നമ്മൾ സാധാരണ വയ്ക്കുന്ന വാതിൽ പോലെയല്ല. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സാധാ വാതിൽ 2.10 ഇതിൻ്റെ ഹൈറ്റ് 2.40 ഹൈറ്റ് വരുന്നത്. പിന്നെ വാതിലിൻ്റെ വീതി ഫ്രണ്ട് വാതിലിൻ്റെ അതേ വീതി തന്നെ 2 മീറ്ററാണ് വാതിൽ. പിന്നെ 2 സൈഡിലും ജനൽ. അപ്പോൾ ഈ ജനലെന്ന് പറയുന്നത് ഇത് വാതിലുമായിട്ട് ഫിക്സിംഗ് ആണ്. കാരണം ഒറ്റ ചട്ടത്തിലാണ് ചെയ്തിരിക്കുന്നത് വാതിലും ജനലും. അപ്പോൾ നമ്മൾ വാതിൽ 2.40 ഇവിടെ ബീം ശാലം പൊങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ വാട്ടർ ലെവൽ എടുത്ത് നോക്കി. താരാനുണ്ടെങ്കിൽ നമുക്ക് താക്കാൻ പറ്റില്ല, കാരണം ബീം അടിച്ച് പൊട്ടിക്കാൻ പറ്റില്ല. പിന്നെ വാട്ടർ ലെവലിന് മട്ടം എടുത്തപ്പോൾ ഏകദേശം ഒരു 2 സെൻറ്റിയോളം പൊങ്ങാനേ ഉള്ളൂ. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പിന്നെ കമ്പിയൊക്കെ വെച്ചാണ് പൊക്കി കറക്റ്റ് മട്ടമാക്കിയത്. ഇപ്പോൾ ഏകദേശം വാതിൽ നമ്മൾ മട്ടമാക്കി വാട്ടർ ലെവൽ പിടിച്ച് വയ്ക്കിയപ്പോൾ കറക്റ്റ് മട്ടമായി. കാരണം പ്ലാസ്റ്റിക് കനം വളരെ കറക്റ്റ് തൂക്കമായിരിക്കണം. കാരണം 25 സെൻറ്റിമീറ്ററേ ഉള്ളൂ ഇതിൻ്റെ വീതി. അപ്പോൾ അതുകൊണ്ട് വളരെ പൂഷണമൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നമുക്കിത് കെട്ടാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കനം കിട്ടില്ല. ഇപ്പോൾ ഏകദേശം അതെല്ലാം ക്ലിയർ ചെയ്ത് ഇപ്പം നമ്മൾ രണ്ടാമത്തെ ദിവസമായിട്ട് നമുക്ക് കെട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കെട്ട് നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കട്ടളയിൽ ക്ലാമ്പ് വയ്ക്കുന്നത്, സാധാരണ നമ്മൾ കട്ടളയിൽ ക്ലാമ്പ് വയ്ക്കുന്നത് ഈ ആണി വെച്ച് ചുറ്റിലിനെ അടിച്ചാണ് ക്ലാമ്പ് വയ്ക്കുന്നത്. എന്നിട്ട് ആണി അങ്ങ് മടക്കി വയ്ക്കും. നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ തടി ഒന്നെങ്കിൽ പൊട്ടും, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് ബലം കിട്ടില്ല. നമ്മളെപ്പോഴും ഇതേപോലെ സ്ക്രൂ എടുത്ത് ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ക്ലാമ്പ് സ്ക്രൂ ചെയ്ത് തന്നെ വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും നല്ല ബലമായിരിക്കും. ഈ ആശാരിമാർ, കാർപ്പൻറ്റർമാർ ഈ ചട്ടം അടിച്ച് കൂട്ടാൻ നേരത്ത് ഷേക്ക് വരുമ്പോൾ ക്ലാമ്പ് അവിടെ നിന്ന് അനങ്ങില്ല. അപ്പം മാക്സിമം എല്ലാവരും ഡ്രില്ല് ചെയ്ത് തന്നെ വെക്കാൻ നോക്കണം. പിന്നെ ഇതിൽ മെയിൻ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചില ആൾക്കാർ വീട് വയ്ക്കുമ്പോൾ ഒരു സൈഡിൽ 3 ജനലൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരു ജനൽ വെച്ച് വാട്ടർ ലെവൽ ചെയ്ത് മട്ടം പിടിച്ച് അത് കെട്ടി ഫുള്ളാക്കിയതിന് ശേഷമാണ് അടുത്ത ജനൽ വയ്ക്കുന്നത്. അപ്പം അങ്ങനെ വയ്ക്കുമ്പോൾ ഇപ്പോൾ ഒരു 3 ജനലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഈ 3 ജനലും സെപ്പറേറ്റ് ആയിട്ട് വെച്ച് പണി ചെയ്ത് തീരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ 3 ജനലും 3 രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ടോപ്പ് മട്ടം ഒരേ ലെവലായിരിക്കും, പക്ഷേ ലെവൽ കാണത്തില്ല, കറക്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കില്ല. അങ്ങനെ വരുമ്പം ലിൻഡിൽ കോൺക്രീറ്റ് കഴിഞ്ഞ് മേളിൽ ഒരു വരി നൂല് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ല് വെച്ച് നൂല് കെട്ടുമ്പോൾ നല്ല വ്യത്യാസം കാണിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കെ നമ്മൾ ആദ്യം ഒരു ജനൽ വെച്ച് അതിൻ്റെ വാട്ടർ ലെവൽ മട്ടമൊക്കെ എടുത്ത് അത് തൂക്കി കറക്റ്റ് പ്ലാസ്റ്റിക് കനാക്കി വെച്ചിട്ട് ബാക്കി ആ സൈഡിൽ എത്ര ജനലാണോ വരുന്നത് ആ ജനൽ കംപ്ലീറ്റും നമ്മൾ ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം 2 ജനലിൻ്റെ അങ്ങേറ്റത്തെ തലയിലും നൂല് കെട്ടിയിട്ട് ബാക്കിയുള്ള ജനലിൻ്റെ നൂല് കണക്കാക്കി ലെവലിന് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിൻഡിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലായിരിക്കും. നമുക്ക് പ്ലാസ്റ്റിക് കനം ഓരോന്നിനും കറക്റ്റ് പ്ലാസ്റ്റിക് കനമായിരിക്കും. ഈ 3 ജനൽ വരുന്നിടത്തും ഓരോ വ്യത്യാസം കാണിക്കില്ല, ഒരേ ലെവലിൽ പ്ലാസ്റ്റിക് കനം കിട്ടും. അത് മുഖ്യ ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല, കാരണം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പം മാക്സിമം എല്ലാവരും അങ്ങനെ ചെയ്യാൻ നോക്കുക.
ഇപ്പോൾ ഞങ്ങൾ 3 ജനലും വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വാട്ടർ ലൈനും മട്ടമൊക്കെ എടുത്ത് എല്ലാം കംപ്ലീറ്റും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ എന്നെ ഈ വീഡിയോയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.